ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയെ ഗീതുവിൻ്റെ കൈകളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഗോവിന്ദ് വല്ലാണ്ട് അങ്ങ് കിടന്ന് പണിപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗീതു അതിനൊന്നും വിട്ടുകൊടുക്കാതെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ മുന്നിൽ, അതായത് ഗീതുവിൻ്റെ വാക്കുചാതുര്യത്തിൻ്റെ മുന്നിൽ ഇവരെല്ലാവരും ചമ്മി ഇങ്ങനെ നിൽക്കുക. അപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് തന്നെ നടക്കുകയുള്ളൂ. പോലീസുകാരുടെ മുന്നിൽ പറയേണ്ടത് എന്നതാണെന്നും കേസിൻ്റെ ഗൗരവം എന്താണെന്നും ജഡ്ജി മേഡം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് യുവർ ഓണർ എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ഇവരുടെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധികയും ഗോവിന്ദും ഒന്നും ഞെട്ടിയേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് രാധികാമ്മേ, ഈ വള്ളം ഞാൻ ഉദ്ദേശിച്ച കരയ്ക്ക് തന്നെ ഞാൻ അടുപ്പിക്കുകയുള്ളൂ എന്നും അവിടെയെ ഞാൻ കെട്ടുവെന്നും ഗീതു തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അയ്യോ, പോലീസുകാർ ചായ കുടിച്ച് സെറ്റായിരിക്കും. പോലീസുകാർ എനിക്ക് പണ്ടേ പേടിയാണേ, അതുകൊണ്ട് കണ്ണേട്ടൻ എൻ്റെ കൂടെ നിൽക്കണേ എന്ന് പറഞ്ഞ് ഗീതു ഇങ്ങനെ പിടിക്കുമ്പം ഗീതു പോകാൻ പറഞ്ഞു. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്ലീസ് കണ്ണേട്ട വാ കണ്ണേട്ടാന്ന് പറഞ്ഞ് കണ്ണേട്ടൻ്റെ കയ്യെ പിടിച്ച് വലിച്ച് ഗീതു താഴേക്ക് പോയി. രാധിക ഇങ്ങനെ അവിടെ പേടിച്ച് നിൽക്കുക, കാരണം പണി കിട്ടുമെന്ന് പേടിയായതുകൊണ്ട്. അപ്പോൾ ഇനി അവൾ അവിടെ ചെന്നിട്ട് എന്താ കാണിക്കുന്നതെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് പറ്റാവുന്ന വഴികളൊക്കെ ആരൊക്കെയോ ഫോണിൽ വിളിച്ചൊക്കെ രാധിക ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരെയും കിട്ടുന്നുമില്ല, ആരും സഹായിക്കാനും എത്തുന്നില്ല. അങ്ങനെ ഗീതുവിൻ്റെ തീരുമാനങ്ങളെ നടപ്പാകുമെന്നുള്ള ആ ഒരു പേടിയിൽ രാധിക അവിടെ അങ്ങനെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ഈ വരുണും അതുപോലെ തന്നെ രേഖയും എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ അന്ന് കൊടുത്ത പരാതിയുടെ ആ കോപ്പി അദ്ദേഹം വായിച്ചു നോക്കുക. അതായത് പോലീസുകാരൻ അദ്ദേഹം എന്നിട്ട് ചോദിച്ചു, ഈ പരാതി അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ ഇത് വ്യാജമാണെന്നല്ലേ മേഡം അവകാശപ്പെടുന്നതെന്നുള്ള കാര്യം അദ്ദേഹം ചോദിച്ചു. ഇതിൽ ഇട്ടിരിക്കുന്നത് എൻ്റെ ഒപ്പല്ലെന്നും ഇതൊരു ആരോപണം ഒന്നുമല്ല, അതൊരു സത്യമായ കാര്യമാണ്, അത് കോടതിക്ക് വ്യക്തമായതുകൊണ്ടാണല്ലോ അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നുള്ള കാര്യവും ഗീതു SIയോട് ചോദിക്കുന്നു. അപ്പോഴേക്ക് രാധിക വല്യമ്മച്ചേട്ടങ്ങ് വന്നു. കോടതിയുടെ പരിശോധനയിൽ ഈ സമ്മതപത്രത്തിലെ ഒപ്പ് വ്യാജമാണെന്ന് നൽകിയവർക്ക് എന്തായാലും ഉറപ്പായിട്ടും അറിയാമായിരിക്കും. എന്നിട്ടും ഇത് കോടതിയിൽ സമർപ്പിച്ചത് ആരാണെന്നാണ് മേഡത്തിൻ്റെ സംശയം എന്നുള്ള കാര്യം SI ചോദിച്ചപ്പോൾ രാധിക നേരെ നോക്കുന്നില്ല, താഴേക്ക് നോക്കിയിരിക്കാം. അപ്പോൾ ഒട്ടും ബോധമില്ലാത്ത വിവരദോഷികൾ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ എന്ന് ഗീതു നേരം പറഞ്ഞു. അമ്മയും മോനും കൂടി ഇങ്ങനെ ഇരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട്. ഇത് ചെയ്തത് ഏത് വിഡ്ഢിയാണെന്ന് കണ്ടുപിടിക്കണം സാർ എന്നുള്ള കാര്യവും നമ്മുടെ ഗീതു പറയാം. ആ വിഡ്ഢിയുടെ ഉദ്ദേശം എന്താണെന്നും അറിയണം സാർ എന്ന് പറഞ്ഞു. ഗീതു പറയുന്നതല്ല ഈ രാധികയെ കുളിച്ച്, അത് രാധികയ്ക്ക് അറിയാം. ഇങ്ങനെ ഒരു വിവരക്കേട് കാണിച്ച ആ വിഡ്ഢിക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം സാർ എന്നുള്ള കാര്യമൊക്കെയാണ് ഗീതു പറയുന്നത്. അപ്പം ഗീതു, നിന്നോട് ചോദിക്കുന്നതിന് മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി, അല്ലാണ്ട് വിധിക്കേണ്ടെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പോൾ ശരി കണ്ണേട്ടാ എന്നും പറഞ്ഞ് ഗീതു. സാർ, ഇത് വെറും ഒരു സാമ്പിൾ മാത്രമാണെന്നാണ് എൻ്റെ അനുമാനം. ഇപ്പോൾ അയാളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഭാവിയിൽ കണ്ണേട്ടൻ എനിക്ക് തരാനിരിക്കുന്ന സ്വത്തുക്കളെല്ലാം കള്ളൊപ്പിട്ട് അയാൾ കൈക്കലാക്കുമെന്നുള്ള കാര്യം ഗീതു പറയാം. അപ്പോൾ ഗോവിന്ദ് വരെ ഞെട്ടിപ്പോയി. വ്യാജ ഒപ്പിട്ട് എൻ്റെ ഡിവോഴ്സ് നടത്താം എന്ന് കരുതി ആ വിവരദോഷി അല്ലെങ്കിൽ ആ വിവരദോഷൻ അതേ രീതിയിൽ എനിക്ക് കിട്ടേണ്ട സ്വത്തും തട്ടിയെടുക്കും എന്നുള്ള പേടി എനിക്കുണ്ട് സാർ എന്നുള്ള കാര്യവും ഗീതു പറയാം. കാരണം അവൻ അല്ലെങ്കിൽ അവൾ അത്രയ്ക്ക് വിഡ്ഢിയാണല്ലോ, അതുകൊണ്ട് വെറുതെ വിടരുത് സാർ എന്നൊക്കെ ഗീതു ഇങ്ങനെ വിഡ്ഢി എന്ന് പറഞ്ഞ് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ടും രാധികയും വരുണൊന്നും മിണ്ടുന്നില്ല. വരുണ നേരത്തിന് ഒന്നും പറഞ്ഞ് തലയാട്ടി കാണിക്കുക അമ്മയെ മിണ്ടണ്ടെന്നുള്ളൊരിതിൽ. അപ്പോൾ സാർ, ഇങ്ങനെ വളച്ചു ചുറ്റാതെ ഗീതു ഈ കാര്യത്തിൽ ആരെയാണ് സംശയം എന്നുള്ളത് പറയണം എന്ന് വരുൺ പറഞ്ഞപ്പം വരുൺ പോലീസിന് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ അറിയാം, നീ അവർക്ക് അഡ്വൈസ് കൊടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ കയറി വരുണിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗീതാഞ്ജലി മേഡത്തിന് ആരെയാണ് ഈ കാര്യത്തിൽ സംശയം എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേക്കും ഇങ്ങനെ നെഞ്ചെടിപ്പോട് കൂടിയിരിക്കും അമ്മയും മകനും. ഗീതു ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ നോക്കുന്നുണ്ടേ. ആ സമയത്ത് കാഞ്ചന രേഖയുടെ കയ്യിൽ പിടിച്ചു, എൻ്റെ പേര് പറയുമെന്ന് ഓർത്തു. അപ്പോൾ സംശയമുള്ളത് ആരെയാണെങ്കിലും അവരുടെ പേര് ധൈര്യമായിട്ട് പറഞ്ഞു. അവരുടെ പേരിൽ ആ ഒരു നിയമം അത് ഉറപ്പായിട്ടും കർശനമായ നടപടി എടുത്തിരിക്കും, ഇത് കോടതി ഉത്തരവാണ്, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴേക്കും അമ്മയ്ക്കും മകനും ചങ്കിടിപ്പ് കൂടി. ഗോവിന്ദൻ ഇങ്ങനെ നോക്കും, ഇവളിത് ആരെയും നോക്കുന്നേ എന്നുള്ളൊരിതിലെ അങ്ങനെ പേടിച്ച് വിറച്ച് രണ്ടുപേരും കയ്യും കാലൊക്കെ എടുത്തിട്ട് ഇങ്ങനെയായിട്ട് ഇരിക്കുന്നു. ഗീതു ആണെങ്കിൽ ഒന്ന് വരുണിനെ നോക്കും, ഒന്ന് രാധികയെ നോക്കും, ഒന്ന് വരുണിനെ നോക്കും, ഒന്ന് രാധികയെ നോക്കും. ഗോവിന്ദാണ് ഇവൾ ആരുടെ പേര് പറയും എന്നോർത്തിങ്ങനെ ഇരിക്കുന്നു. രാധികയുടെ ഞരമ്പൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു കഴുത്തേല പേടിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും കാഞ്ചന ഇങ്ങനെ നോക്കുന്നുണ്ട്, എൻ്റെ പേര് പറയല്ലേ എന്നുള്ളൊരിതിൽ. അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ ഒരു സെക്കൻഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നി മറയുന്നു, ആരുടെ തലയിലാണിത് വരുന്നത് എന്നുള്ളൊരു കാര്യം. ഈ സമയം നമ്മുടെ ഗോവിന്ദൻ എഴുന്നേറ്റിട്ട് ഗീതുവിനോട്
എന്നൊക്കെ പറഞ്ഞ് നിന്നിങ്ങനെ കാണിക്കുക. അപ്പോൾ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് മൊഴി തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രഹസ്യമൊഴി എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറിന് ഗീതു. എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉള്ളപ്പോൾ യഥാർത്ഥ പ്രതിയെ ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരു ഭയവും ഇല്ല എന്നുള്ള കാര്യം പറയുകയാണ് നമ്മുടെ ഗീതു. അപ്പോഴത്തേക്ക് രാധിക കണ്ണടയൊക്കെ കയറ്റി വെച്ച് പേടിച്ചിങ്ങനെ ഇരിക്കുക. പേടിയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പേടിയാണ്. ഗോവിന്ദൻ അന്നേരം ഗീതുവിനെ ഇങ്ങനെ പല്ലുറുമിയാണ് നോക്കുന്നത്. നീ കൊള്ളാലോടി എന്നുള്ളൊരിതിലെ അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ നടക്കുമ്പം നമ്മുടെ ഗീതു രണ്ടും കൽപ്പിച്ച് രാധികയെ കുറിച്ചും അതുപോലെ ഇവരെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അന്ന് അതായത് പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മേഡം പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. എല്ലാവരും ഒന്ന് ടെൻഷൻ അടിപ്പിക്കണം, ഒന്ന് സസ്പെൻസ് ഇട്ടിരിക്കണം, എന്നിട്ടൊക്കെ ഇത് പറയാവുള്ളൂ എന്നും പറഞ്ഞു അന്ന് മേഡം പറഞ്ഞു കൊടുത്തു. നീ അവരുടെ പേര് പറയുമോ എന്ന് ഭയപ്പെട്ട് രാധികയും വരുണിനെയും ടെൻഷൻ്റെ മുൾമുനയിൽ നീ നിർത്തണം. അവരങ്ങനെ നിന്ന് അങ്ങോട്ട് ഉരുകണം. മനസ്സിലായോ? അപ്പം അതിനുള്ള ബിൽഡപ്പൊക്കെ ഞാൻ കൊടുത്തോളാമെന്ന് ഗീതു അന്ന് പറഞ്ഞത്. അങ്ങനെ നീ ആരുടെ പേര് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അപ്പോൾ ഏജിയൻ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആരുടെ പേര് ഞാൻ പറയണമെന്ന് ഗീതു വിജയലക്ഷ്മി മേഡത്തിനോട് ചോദിച്ചപ്പോൾ മേഡം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതൊക്കെ കേട്ട് ഗീതു വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക. ആ കാര്യങ്ങളാണ് ഗീതു ഒരു നിമിഷം ആലോചിച്ചത്. ഇരുന്നിടത്ത് നിന്ന് വരുൺ ചാടി എഴുന്നേറ്റു. ആ സമയത്ത് പറഞ്ഞോളൂ മേഡം, പറഞ്ഞോളൂ എന്ന് SI മേഡം പറയുക. SI സാറ് പറയുക. ആ സമയത്ത് ഒന്ന് വേഗം പറ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാൻ എനിക്കറിയാമെന്ന് ഗോവിന്ദ് ഗീതുവിനോട് പറഞ്ഞു. അങ്ങനെ ഗീതുവിൻ്റെ മൊഴി അതൊരു നിർണായകമായി നിൽക്കുന്നു. കണ്ണേട്ടൻ ഇതിനെ ഈസിയായി പരിഹരിക്കും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ ഡിവോഴ്സ് കേസിൽ ഇടപെട്ടവർ തന്നെയാണ് ഈ കുടുംബത്തിലുണ്ടായ മറ്റു കുഴപ്പങ്ങൾക്കും കാരണമെന്നാണ് എൻ്റെ വിശ്വാസം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗീതു പറയണം. അപ്പോഴും അമ്മയും മോനും ഇങ്ങനെ ഞെട്ടിപ്പറച്ചിങ്ങനെ നിൽക്കുക. ദൈവമേ, പണി. ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടേ ചില കേസുകളിൽ നേരത്തെ തന്നെ അന്വേഷണം നടന്നിട്ടുള്ളതാണെന്നും കണ്ണേട്ടന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചുണ്ടായ ആ ഒരു അപകടം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗീതു ഇവിടെ പറയാം. അതിനുശേഷം തൂക്കുവിളക്ക് പൊട്ടി വീണത്, എന്നെയും കണ്ണേട്ടനെയും തട്ടിക്കൊണ്ടു പോകൽ, അങ്ങനെ നടന്നതായ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗീതു പറഞ്ഞു. അതെല്ലാം പറഞ്ഞിട്ട് കണ്ണേട്ടൻ്റെ കാറിൽ ആരോ വിഷവാതം ഒളിപ്പിച്ചു വെച്ച് അജാസ് ഹോസ്പിറ്റലായ കാര്യം, ഇതെല്ലാം നമ്മുടെ ഗീതു അങ്ങനെ അങ്ങ് പറയുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും അമ്മയും മകനും പേടിച്ച് നിൽക്കുക. കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇവരാണല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗീതു ഇവിടെ പറഞ്ഞു. അപ്പോൾ മുംബൈയിൽ പ്രവർത്തിക്കുന്ന ചേതൻ ഗ്രൂപ്പിൻ്റെ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിലുള്ള ആൾക്കാരാണ് ഇതിനെല്ലാം പിന്നിലെന്ന് സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നും പക്ഷേ തുടരന്വേഷണത്തിന് കർണാടക പോലീസിൻ്റെ സഹകരണം ഉണ്ടായില്ലെന്നും ആ സാറ് പറയാം. അപ്പം അതും ഈ സമ്മതപത്രം തമ്മിൽ എന്താ ബന്ധമെന്ന് ഗോവിന്ദൻ അന്നേരം ചോദിച്ചു. നമ്മളെ തമ്മിൽ അകറ്റി എന്നെ മാനസികമായി തകർക്കാൻ ഇത്തരത്തിൽ ഒരു വ്യാജ സമ്മതപത്രം കോടതിയിൽ എത്തിച്ചതേ ചേതൻ ഗ്രൂപ്പ് ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട് വായും പൊളിച്ചതെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുക. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് അവരെ തന്നെയാണ് സാർ സംശയം എന്ന് പറഞ്ഞു. അന്വേഷണം അവരിലേക്ക് വ്യാപിക്കണമെന്നും പറഞ്ഞു. ആ ഗ്രൂപ്പിനെതിരെ നടപടി എടുക്കണമെന്നും ശിക്ഷിക്കണമെന്നും നമ്മുടെ ഗീതു പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചോണ്ടിങ്ങനെ ഇരിക്കുക രാധിക. അപ്പോഴേക്കും രാധികയ്ക്ക് നാക്ക് പൊങ്ങി ചാടി എഴുന്നേറ്റു. അത് പിന്നെ എൻ്റെ മോളെ ചതിച്ച് അതിൻ്റെ പഴി ഗോവിന്ദൻ്റെ തലയിൽ വെക്കാൻ ശ്രമിച്ചത് ചേതൻ ഗ്രൂപ്പ് ആണെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഗീതു ചാടി എഴുന്നേറ്റത്. കണ്ണൻ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക കേട്ടോ. കണ്ണ, നമ്മളെ തോൽപ്പിക്കാൻ ഒളിപ്പോര് നടത്തുന്ന അവരെ വെറുതെ വിടരുതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവർക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കിയ നടപടി എടുപ്പിക്കാൻ ഗീതു എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ അതിനു വേണ്ടി കണ്ണേട്ടനും അതുപോലെ അമ്മയൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കോടതിയിൽ നിന്നും പോലീസിന് കൃത്യമായ അറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കേസെടുക്കുന്ന 10-ാം തീയതിക്ക് മുന്നായി അന്വേഷണം പൂർത്തിയാക്കി പ്രതികളെക്കുറിച്ചുള്ള എല്ലാ വിവരവും കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള കാര്യവും ഗീതു അവിടെ നിന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ടെൻഷനായി രാധികയ്ക്ക് നിന്ന് വെപ്രാളം കൊള്ളുക. അന്വേഷണം ശക്തിപ്പെടുത്തണം, കർണാടക പോലീസിൻ്റെ സഹകരണം ഒപ്പിക്കാനുള്ള ഇടപാടുകളൊക്കെ ഞാൻ ചെയ്തോളാമെന്നും ഗോവിന്ദൻ പറയുക. അപ്പം ചേതൻ ഗ്രൂപ്പിനെ ജയിലിലെത്തിക്കുക എന്നുള്ളതാണ് ഇനി എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദന് അറിഞ്ഞങ്ങ് പെരുമാറുന്നുണ്ടേ. ഇതൊക്കെ കേട്ട് രാധിക ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ DYSP ആയി സംസാരിച്ചിട്ട് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സാറ് യാത്ര പറഞ്ഞങ്ങ് പോയി. സാറങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് എന്ത് പ്രാന്തായോ എന്ന് ഓർത്ത് നിൽക്കുക രാധികയും വരണം. ഗീത് ഇവരെ രണ്ടുപേരെ ശരിക്കും അങ്ങ് നോക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും മകനും ഗീതുവും തന്നെയായി. ഗീതുവും എന്നിട്ട് ഇവരെ നോക്കി ഒരാക്കി ചിരിയും ചിരിച്ചിട്ട് അങ്ങ് പോയി. ഇതിന് ശേഷം വരുൺ രാധികയ്ക്ക് അരികിലേക്ക് വന്നു. എന്താ അമ്മ ഇതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അമ്മയ്ക്കും മോനും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഇവളെന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിട്ടുണ്ടെന്നും
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് SI സാറിൻ്റെ കൂടെ നമ്മുടെ ഗോവിന്ദൻ ഇറങ്ങിച്ചെന്നു. അതിനുശേഷം അന്ന് നടന്ന ആ പ്രശ്നങ്ങൾക്ക് മുന്നിൽ അതല്ല ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് സാർ ഒരു അന്വേഷണം നടത്തിയതാണെന്നുള്ള കാര്യമൊക്കെ പറയാം. അപ്പോൾ കിട്ടിയ ആ ഒരു ഇത് വെച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് റിപ്പോർട്ടെല്ലാം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം അതെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് സകല കേസുകളും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെന്നും ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മയും മോനും കൂടെ മുകളിൽ നിന്ന് ഇത് കാണുക. അപ്പോൾ ഒരു അന്വേഷണം ഉണ്ടായാൽ ഇവിടെ നടന്ന ഓരോ സംഭവങ്ങളും പോലീസ് കുത്തിച്ചകയും കേട്ടോ അമ്മയെന്ന് മകൻ മുകളിൽ നിന്ന് അമ്മയോട് പറയണം. ചേതൻ ഗ്രൂപ്പിൽ ഇതുവരെ ആ ഒരു ആരോപണങ്ങളുമായി നമ്മൾ നിന്നിരുന്ന സാഹചര്യത്തിൽ അതെല്ലാം നമ്മളാണ് ചെയ്തതെന്ന് വീണ്ടും തെളിഞ്ഞു വരും. നമ്മൾ രണ്ടുപേരും അകത്താവുകയും ചെയ്യുമെന്നും വരുൺ. ഇത് കേട്ടപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ ചേതൻ ഗ്രൂപ്പല്ല നമ്മളാണെന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് ഗീതാഞ്ജലിയുടെ ഇപ്പോഴത്തെ കളിയെന്നുള്ള കാര്യം രാധിക പറയുക. ഒരു കാരണവശാൽ അന്വേഷണം നടക്കരുതെന്നും അതിനു മുന്നേ അവളുടെ അടക്കം നടത്തണമെന്നുള്ള കാര്യങ്ങളും വരുൺ രാധികയോട് പറയണം. അപ്പം അത് കേട്ടപ്പോൾ അമ്മ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുക. ഈ സമയം പിന്നീട് ഈ ഗോവിന്ദനെയും പോലീസുകാരനെയും കാണിക്കുന്നത് ഈ വ്യാജരേഖയുടെ ആ ഒരു കാര്യത്തെപ്പറ്റി വീണ്ടും അവർ സംസാരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് സാറുമാർ അവിടെ നിന്നങ്ങ് പോയി. അമ്മയും മോനും ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഗോവിന്ദനോട് ചോദിച്ചു, ഗീതാഞ്ജലി കുഞ്ഞ് എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന്. അവൾ അറക്കൽ കുടുംബത്തിൻ്റെ അഭിമാനം നിലനിർത്തുന്ന മരുമകളാണെന്ന് തെളിയിച്ചു അയ്യപ്പേട്ടെന്ന് ഗോവിന്ദൻ പറയുന്നു. എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിൽക്കുമ്പോൾ എന്താ സംഭവിച്ചെന്നൊന്ന് വ്യക്തമായി പറഞ്ഞിട്ട് പോകുഞ്ഞേ. അപ്പോൾ ഈ കുടുംബത്തിൽ ആരെയും അവൾക്ക് സംശയമില്ലെന്ന് പറഞ്ഞെന്നുള്ള കാര്യം പറയാം. അപ്പോൾ അത് കേട്ടൊക്കെ ഇവർ തമ്മിൽ സ്നേഹമായോ എന്ന് അമ്മയും മോനും കൂടെ ചിന്തിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും കാരണം രാധികാമ്മയാണെന്നാണല്ലോ ഗീതുമോൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതെ, പക്ഷേ ഇന്ന് അവൾ പോലീസിനോട് രാധികാമ്മയെ സംശയമുണ്ടെന്നൊരു സൂചന പോലും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യവും എല്ലാത്തിൻ്റെയും പിന്നിൽ ചേതൻ ഗ്രൂപ്പ് ആണെന്നാണ് അവൾ പറഞ്ഞതെന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയുകയാണ് നമ്മുടെ ഗോവിന്ദൻ അയ്യപ്പേട്ടനോട്. ചേതൻ ഗ്രൂപ്പിന് മേലെ എല്ലാം കെട്ടിവെച്ച് അവൾ രാധികാമ്മയെ സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യവും പറയണം. അങ്ങനെ ഗോവിന്ദൻ വളരെ സന്തോഷത്തോടെ നിൽക്കുക. അപ്പോൾ എങ്കിൽ ഇതിനിടയിൽ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുവരെ ഈ രാധികാമ്മയാണ് ഇതിനൊക്കെ കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഗീതു ഇപ്പം എങ്ങനെ മാറ്റി പറയുമെന്ന് ചോദിച്ചപ്പം അമ്മയ്ക്കെതിരെ ഓരോന്ന് പറഞ്ഞ് എന്നെ പ്രകോപിപ്പിക്കുന്നതാണ് അയ്യപ്പേട്ട അവൾ. അതാണ് അവൾക്ക് ഒരു ഇത്. പക്ഷേ അവൾക്ക് യഥാർത്ഥത്തിൽ അമ്മയോട് യാതൊരു ശത്രുതയും ഇല്ലെന്നുള്ള കാര്യം ഗോവിന്ദൻ അയ്യപ്പേട്ടനോട് പറയുന്നു. AGMൻ്റെയും ഈ കുടുംബത്തിൻ്റെയും യഥാർത്ഥ ശത്രുക്കൾ അവരാണെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അവർക്കെതിരെ അന്വേഷണം നടത്താനുള്ള വെറൊരു തന്ത്രം മാത്രമായിരുന്നു അമ്മയോടുള്ള അവളുടെ വെല്ലുവിളി എന്നൊക്കെ ഗോവിന്ദൻ അയ്യപ്പേട്ടനോട് പറയാം. ഒരു തെളിവുമില്ലാതെ അവൾ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കെതിരാണെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതൊക്കെ പറഞ്ഞു. അവൾ വളരെ ബുദ്ധിയുള്ള കൊച്ചാണെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കാം. അപ്പം നമ്മൾ അവൾക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ ഇപ്പം നമ്മൾ ചെന്ന് വീഴുന്ന അവസ്ഥയായാലോടാന്ന് അമ്മയും മോനും കൂടെ മുകളിൽ നിന്ന് പറയാം. അപ്പം തന്നെ ഒരു പാട്ടും വന്നു. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമൽ. അത് കേൾപ്പിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ ഗീതു അങ്ങനെ വന്ന് ഇവരുടെ കേൾക്കാൻ നിൽക്കുക. അപ്പോൾ അവൾ നമുക്കിട്ട് പോര വെച്ചിട്ട് അവൾ നമ്മളെ കേൾപ്പിക്കുന്ന പാട്ട് കേട്ടോ എന്ന് പറഞ്ഞു മകൻ വഴക്കുണ്ടാക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ അമ്മ മകനെ തടഞ്ഞു. അവൾ ഈ പാട്ട് അവൾ എത്രയും നിസ്സാരമാണ് നമുക്കിട്ട് അവൾ തരുന്ന പണി വെച്ച് നോക്കുമ്പം. അങ്ങനെ ഗീതു പാട്ടും വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ സമയത്ത് അയ്യപ്പേട്ടനും അതുപോലെ ഗോവിന്ദനും കൂടി ഗീതു ഇപ്പം നമ്മളുടെ ഭാഗത്താണെന്നും അല്ലെങ്കിൽ ഈ വീടിന് വേണ്ടി പറ്റിയ മരുമകളാണെന്നൊക്കെ മനസ്സിലായില്ലേ, ഇനിയും എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കയറി വരുന്നു. ഇതൊക്കെ അമ്മയും മോനും ഇങ്ങനെ നിന്ന് കേൾക്കുക, ചങ്ക് തകർന്ന്. കോടതിയിൽ അവളുടെ ഭാഗം അവൾ തന്നെ വാദിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവളുടെ വാദം കേട്ട് നിന്നപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനേ അറിയാതെ മനസ്സിൽ ചിരിച്ചു പോയെന്ന് ഗോവിന്ദൻ പറയണം. എങ്കിൽ അടുത്ത തവണ ഞാനും കോടതിയിലേക്ക് വരുന്നുണ്ട്, എനിക്കും കുറച്ച് ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ അയ്യപ്പേട്ടൻ. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ കയറി വരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും വിനയായി. രണ്ടുപേരും ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കും, ഇനി എന്നാ ചെയ്യണേന്ന് ആലോചിച്ച്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനോട് ഈ രേഖ സംസാരിക്കുക. ഈ ചേതൻ ഗ്രൂപ്പിൻ്റെ പിന്നിൽ ആരാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. നിനക്ക് വല്ല പിടിയുണ്ടോയെന്നും ചോദിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ കാഞ്ചന അങ്ങോട്ടേക്ക് വന്നു. കാഞ്ചന വന്നപ്പോൾ അതൊക്കെ ഞാൻ ഈ കുടുംബത്തിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ള കാര്യം ഗീതു പറയാം. സത്യം പറ കാഞ്ചനാക്കല്ലേ അധോലോക നായിക എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞാനും ഒന്ന് കാഞ്ചന ചോദിച്ചു. പാവം, ചേതൻ ഗ്രൂപ്പ് എന്ന അധോലോകത്തിൽ ഒരു പുലിക്കുട്ടിയെ തഴുകിക്കൊണ്ട് കാഞ്ചനാക്കി ഇരിക്കുന്നത് ഞാൻ മനസ്സിൽ കാണുന്നുണ്ടെന്നൊക്കെ ഗീതു പറഞ്ഞപ്പോൾ അയ്യോയ്യോ ചേതൻ ഗ്രൂപ്പ് പോയിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ബ്ലഡ് ഗ്രൂപ്പ് പോലും ഇല്ല, അറിയാമോ, ഇനിയും എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതെന്ന് രാധിക ഒക്കെ നോക്കി നിൽക്കുമ്പോൾ കാഞ്ചന പറയുന്നു.
അപ്പോൾ ഇവർ 3 പേരും കൂടെ ചിരിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് രാധികയും വരുണും ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയം ഗീതു തമാശ കള, ദേ ചേതൻ ഗ്രൂപ്പിൻ്റെ പിന്നിൽ ആരാണെന്ന് ഗീതുവിന് അറിയാം, അത് ഞങ്ങളോട് പറയാനായിട്ട് രേഖ പറയാം. അപ്പോൾ ഇതും രാധിക കേൾക്കുവാണ്. ചേതൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലേ അപ്പോഴത്തേക്കും ഗീതു ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് വേഗം ഗീതു പറയാൻ വന്നത് വിഴുങ്ങിയിട്ട് ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഇതൊക്കെ ഇങ്ങനെ വായി തോന്നുന്നു വിളിച്ചു പറയാം. അപ്പോൾ ഇതൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇത് എന്നതാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട്. അതെ, നമ്മുടെ കുടുംബത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ചേതൻ അറയ്ക്കൽ ആസ്മി എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികയ്ക്കായിട്ടുള്ള പണി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗീതു ഇങ്ങനെ പറയുന്നു. ഗീതു തെളിവുകൾ ഓരോന്നായിട്ട് ഈ രാധികയുടെയും മകൻ്റെയും കേൾക്കെ വെളിപ്പെടുത്തിയിട്ട് ഇവരുടെ നേരെ ഒരു വരവങ്ങ് വന്നു. രണ്ടെണ്ണങ്ങളോട് തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക. ഓടി വന്ന് അമ്മയുടെ കൈകളിലേക്ക് ചേർത്തിട്ട് ഞാൻ നിങ്ങളെ ഒറ്റ കൊടുക്കുമെന്ന് പേടിച്ചോ എന്ന് ചോദിക്കുവാണേ. ഞാൻ അത്രയ്ക്ക് ദൂഷ്ടമൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗീതുവിൻ്റെ കൈ അങ്ങ് വിടിയിപ്പിച്ചിട്ട് രാധിക ദേഷ്യത്തിൽ നിൽക്കുക. ചേതൻ ഗ്രൂപ്പിനെതിരെയുള്ള അന്വേഷണത്തിൽ അമ്മയും വരുണേട്ടനും സഹകരിക്കണം, പറ്റുന്ന അത്രയും ആ ഒരു സഹായം കേരള പോലീസിന് ചെയ്തും കൊടുക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് നിൽക്കുക രാധിക. ഇങ്ങനെ തലയാട്ടിയാൽ മാത്രം പോരാട്ടോ, പോലീസിനെ സഹായിക്കാമെന്നൊന്ന് പറ അമ്മേ എന്നൊക്കെ ഇങ്ങനെ രാധികയോട് ഗീതു പറയുമ്പോൾ ആരാടി നിനക്ക് ഈ കുരുട്ടുബുദ്ധിയൊക്കെ ഉപദേശിച്ചു തന്നെന്ന് ചോദിച്ചു വരുൺ. അത് കേട്ട് അവരും അങ്ങനെ നോക്കി നിൽക്കുക. നിങ്ങൾക്കിത് കുരുട്ടുബുദ്ധി ആയിരിക്കും, പക്ഷേ ഇത് എനിക്ക് സദ്ബുദ്ധിയാണെന്ന് ഗീതു അന്നേരം നേർവഴിയാണെന്നും ഗീതു അമ്മയോടും മകനോടും പറഞ്ഞു. നേർവഴി കാട്ടിത്തരുന്ന ആളോട് നന്ദി പറയാനാ ഞാനിപ്പോൾ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നു. ഇവരെ രണ്ടുപേരും ഒരു നോട്ടവും നോക്കി ഗീതു അങ്ങ് പോയപ്പം ഇവൾക്ക് പിന്നിൽ കളിക്കുന്നത് വേറെ ആരുമല്ല വിജയലക്ഷ്മിയാണെന്ന് പറയുവാണ് നമ്മുടെ രാധിക. അപ്പോൾ ആ സ്ത്രീക്ക് നമ്മളോട് എന്താ ഇത്ര ദേഷ്യമെന്ന് വരുൺ വീണ്ടും അമ്മയോട് ചോദിച്ചു. നമുക്കെതിരെ അവരെന്തിനാ ഗീതുവിനെ ടൂളാക്കുന്നതെന്നും ചോദിച്ചു. രാധികയ്ക്കും എല്ലാം പറയാൻ പറ്റുമോ? രാധിക ഇങ്ങനെ മകനെ ഒരു നോട്ടം നോക്കി അവിടെ നിന്ന് അങ്ങ് പോവുക. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കാഞ്ചനയെയും രേഖയെയും. അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ മുക്കിയും മുളി ഇങ്ങനെ നിന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. ഇനി ഇവരിതെല്ലാം കേട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ടെൻഷനാണ് രാധികയ്ക്ക്. അങ്ങനെ രാധിക അവിടെ നിന്ന് ഇവരുടെ പിന്നാലെ പോണു. വരുൺ ഇങ്ങനെ എന്നാലും എന്തായിരിക്കും എന്ന് ആലോചിച്ച് ഇവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഭദ്രനെയാണ്. ഭദ്രൻ ദേ ഇങ്ങനെ അതിൽ നടന്നു പോകുമ്പോഴേക്കും കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഒരു പെണ്ണ് അവിടെ നിൽപ്പുണ്ട്. അപ്പം നീ എന്താ ഇവരുടെ കൂടെ അടുക്കളയിൽ ജോലിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ഇന്നു മുതൽ ഇവിടെ ജോലി ചെയ്യേണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞതെന്നുള്ള കാര്യം അവർ പറയുമ്പോൾ ആരത് പറഞ്ഞെന്ന് ചോദിച്ചു. ബോസിൻ്റെ മകള്. ഞങ്ങൾക്ക് ജോലി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷെ കിട്ടാനുള്ള ശമ്പള കുടിശ്ശിക കിട്ടണമെന്ന് പറഞ്ഞപ്പം ഞാനാണ് നിങ്ങളെ ജോലിക്കെടുത്തത്, ഞാനറിയാതെ നിങ്ങളോട് ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഏത് മോളാണെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പം ജോലിക്ക് വരണ്ടെന്ന് ഞാനാ പറഞ്ഞതെന്ന് നമ്മുടെ പ്രിയ അന്നേരം ഇറങ്ങി വന്നു പറഞ്ഞു. എന്നും പറഞ്ഞു ഇങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും രസകരമായ ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.